അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനങ്ങൾ ഇതാണ് ആമസോണിൻ്റെ സ്റ്റെപ്പ് റിവാർഡ്സ് ആണ് ഇത്. അതായത് ഇപ്പം ഇത് ആമസോണിൻ്റെ ആണ്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. കുറച്ചെണ്ണം ഉണ്ട്. അതായത് നമ്മൾ ഈ ആമസോണിന് ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ നേരത്ത് നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് നമ്മളെ ഈ സെല്ലർ കാറ്റഗറി ഇവർ തിരിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ചെയ്യുന്ന സെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. സെയിലിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ നമ്മൾ ഡിസ്പാച്ച് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഡിസ്പാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ക്യാൻസലേഷൻ റേറ്റ് വളരെ കുറവ്. അങ്ങനത്തെ ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ എന്ത് ചെയ്യും, നമുക്ക് സെല്ലർ ടയറുകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ആമസോണിലാണെങ്കിൽ ബേസിക് ഉണ്ട്, സ്റ്റാൻഡേർഡ്, അഡ്വാൻസ്, പിന്നെ പ്രീമിയം, ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് ഈ ആമസോണിൽ വരുന്നത്. ഡയമണ്ട്, പ്ലാറ്റിനം, അങ്ങനെയാണ് ഈ ഫ്ലിപ്കാർട്ടിൽ വരുന്നത്. അപ്പോൾ ഈ സെല്ലർ ടയറുകൾ വരുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ ആമസോണിൻ്റെ ഒക്കെ പറയാം, സ്റ്റാൻഡേർഡ് നമ്മൾ അടുത്ത ലെവലിലേക്ക് ഗ്രോത്ത് ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു മൊത്തത്തിൽ ആമസോണിൻ്റെ ചാർജസ് അതിന് ഫീസസിലും അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജിലൊക്കെ കുറവ് കിട്ടും. അതുപോലെ തന്നെ ഏകദേശം ഒരു 8000 രൂപയുടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു റിവാർഡ് പോലെ കിട്ടും. ഈ റിവാർഡ് നമുക്ക് ഈ ആമസോണിൻ്റെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് മാനേജേഴ്സ് ഉണ്ട്, അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 8000 രൂപ വെച്ചിട്ട് നമുക്ക് ആഡിൽ സ്പെൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ടൊരു അക്കൗണ്ട് മാനേജറെ നമുക്ക് എന്ത് ചെയ്യും, ഒരു 3 മാസത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആമസോണിൻ്റെ ഈ ഇങ്ങനെ സ്റ്റെപ്പ് റിവാർഡ്സ് കിട്ടുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇപ്പോൾ വലിയ വലിയ സെല്ലേഴ്സൊക്കെ ആണെങ്കിൽ അവരെപ്പോഴും എന്ത് പ്രീമിയം സെല്ലേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ടയറിലുള്ള ഒരാളെക്കാട്ടിലും ഇപ്പോഴും ഫീസും അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആമസോണിൻ്റെ സപ്പോർട്ട് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്കൊരു ബേസിക് ലെവലിൽ നിൽക്കുന്ന ഒരു ആമസോൺ സെല്ലർക്ക് ആമസോണിൻ്റെ സപ്പോർട്ടിലെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൺടാക്ട് കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. നമ്മൾ ഈ മെയിൽ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാൻ. പക്ഷേ നമ്മളൊരു പ്രീമിയം ലെവലിലൊക്കെ പ്രീമിയം ടയറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തന്നെ ഡെഡിക്കേറ്റഡ് അക്കൗണ്ട് മാനേജറുടെ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത്തരത്തിലുള്ള റിവാർഡ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഒരു ക്വാർട്ടറിലാണ് ആമസോൺ അനലൈസ് ചെയ്ത് കിട്ടുന്നത്. പണ്ടൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ആമസോൺ അയച്ചു തരുമായിരുന്നു, ഇപ്പോൾ അയച്ചു തരില്ല. നമുക്ക് ആ സെല്ലർ ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് നമുക്ക് മെയിലായിട്ട് വരും. നമ്മളിങ്ങനെ പ്രിൻ്റ് എടുത്ത് വെക്കുക. ചിലപ്പോൾ എടുത്ത് വെക്കും, ഇപ്പോൾ ഈ ഇടയായിട്ട് അങ്ങനെ എടുത്ത് വെക്കലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സെല്ലർ ടയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഫീസും കാര്യങ്ങളൊക്കെ ആമസോൺ നിശ്ചയിക്കുന്നത്.